ആഹാ എന്ത് നല്ല മണം. അമ്മേ ഇന്നെന്താ സ്പെഷ്യല്? ഇന്നത്തെ സ്പെഷ്യലോ നല്ല പഴം കഞ്ഞി, അതിന്റെ കൂടെ കാന്താരി മുളക്. ആഹാ. ഞാൻ വിചാരിച്ചു വല്ല ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അതിന് ഫ്രൈഡ് റൈസ് എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ട് വേണ്ടേ? അല്ല, ഇന്നെന്താ ഇത്ര ലേറ്റ് ആയിട്ട് എഴുന്നേച്ചേ? ഞാൻ മാത്രമല്ല, അവരും കിടന്നുറങ്ങുന്നുണ്ട്. പ്രിയമ്മേള് നേരത്തെ എഴുന്നേച്ചല്ലോ. അവള് രാവിലെ എഴുന്നേച്ച് കുളിച്ചിട്ട് പഠിക്കുക. എന്റെ ബിരിയാണി കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. അല്ല, നീ എപ്പോഴാണ് എണീച്ചത്? ഇപ്പൊ എണീച്ചെന്നടിയുണ്ട്. അടുക്കളയില് നല്ല മണം. എന്തോ നല്ല ടേസ്റ്റുള്ള സാധനമാണെന്നാ തോന്നുന്നത്. ഭയങ്കര ടേസ്റ്റുള്ള സാധന. പഴക്കഞ്ഞിയോ അതിന്റെ കൂടെ കാന്താരി മുളക്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പഴങ്കഞ്ഞിയാ? അത്രയ്ക്ക് പുച്ഛിക്കേണ്ട. പഴങ്കഞ്ഞി ശരീരത്തിന് എത്ര നല്ലതാണെന്നറിയാവോ? എന്നാലും പഴങ്കഞ്ഞിക്ക് നല്ല മണം ഉണ്ടടി. വെക്കേഷൻ ആയോണ്ട് കുറെ സമയം കിടന്നുറങ്ങാം. കഴിച്ചിട്ട് കുളിക്കണോ അതോ കഴിച്ചിട്ട് കുളിക്കണോ? മൊത്തത്തിലേ കുളിക്കണ്ട. എനിക്ക് നല്ല ടൈഡായിട്ട് തോന്നുന്നു. നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാം. എന്നാ ശരി, എല്ലാരും പുറത്തിറങ്ങി, എനിക്ക് കുളിക്കണം. ഇവിടെ വിളിച്ചു ഇപ്പൊ കുളിക്കുന്നീ. എനിക്കാദ്യം കുളിക്കണം. നീയല്ലേ പറഞ്ഞ മൊത്തത്തിൽ കുളിക്കണ്ടെന്ന്? അതൊന്നും പറ്റത്തില്ല, ഞാൻ കുളിക്കും. അന്ന് പോയേ, രണ്ടാരും കുളിക്കണ്ട, ഞാൻ കുളിക്കും. ഒന്ന് ഇറങ്ങി പോടി. ഡീ ചേച്ചി, നിനക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും പഴം തന്നെയാ. രണ്ടാമത്തെ ഞാൻ കുളിക്കും. നോക്കാം. ഞാനാണ് മൂത്തത്, നീ ഇളയതാണ്. പാറു, ഇന്നലെ രാത്രി നമ്മൾ ഓർഡർ ചെയ്ത ഷാമ്പൂവും കണ്ടീഷണറും വന്നടി. ഞാനും കണ്ടു. ഐസ് ഷാമ്പൂവും കണ്ടീഷണറും എടുക്കാതെ കുളിക്കുന്നടി. അവൾ മറന്നു കാണും. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം. എല്ലാരും കുളിച്ചല്ലോ, പിന്നെങ്കിലും പോയി തിന്നാം. എനിക്ക് വിശന്നിട്ട് വയ്യ. അമ്മ പെട്ടെന്ന് കഞ്ഞി കൊണ്ടുവാ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ദാ വരുന്നു. അമ്മ പറഞ്ഞ പഴം കഞ്ഞിന്ന്. ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബിരിയാണി തിന്നാ ഒരു സസ്പെൻസ് പോവില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് അതിശയായില്ലേ? ഷോക്കായില്ലേ? അല്ല, പ്രിയ ചേച്ചി ഇവിടെ. അവള് അച്ഛമ്മയുടെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് തിന്നുന്നുണ്ട്. എനിക്ക് ഇതിന്റെ അകത്ത് നാരങ്ങ, സവാള ഇതൊന്നും ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് വിശാലായിട്ട് തിന്നണം. ബിരിയാണിയൊക്കെ തിന്നിട്ട് എത്ര ദിവസങ്ങളായി? ഇന്നൊരു കലക്കും. ഐശു, ഇന്ന് എന്ത് കളി കളിക്കാം? ഇന്ന് മറ്റേ അവളുണ്ടല്ലോ, അവളുടെ പേരെന്താണ്? യാസ്ലി ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡോട്ടറും കുട്ടിയും കളിക്കാം. പക്ഷെ അതേനല്ലേ നമ്മളെപ്പോഴും കളിക്കുന്നേ. എങ്കിൽ നമുക്ക് സാറ്റേ കളിക്കാം. അത് ഒരു 100 വട്ടെങ്കിലും നമ്മൾ കളിച്ചു കാണും. നമുക്ക് സ്ക്വിഡ് ഗെയിം കളിച്ചാലോ? കളിക്കാം. ഐശു, നിങ്ങളുടെ ആന്റി കൊടുത്തു വിട്ട ബിരിയാണി ഞാൻ കഴിച്ചടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പൊ കഴിച്ചു തീന്നേനുണ്ടടി. യാശ്ലി, നിനക്ക് 100 ഐസ് തന്നെ. നിന്നെ പറ്റി ഞങ്ങളിപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നേനെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് സ്ക്വിഡ് ഗെയിമാ കളിക്കാൻ പോന്നെ. എന്നാ കളിക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാമേ. വൈകുന്നേരം വാഴക്കപ്പം ഉണ്ടാക്കാൻ പോന്നടി. വാഴക്കപ്പമോ? വാഴക്കപ്പെന്ന് വെച്ചാലേ പഴംപൊരിയാ. കളി എന്താന്ന് വെച്ചാലേ, അതായത് ഏകദേശം ഡ്രോയിങ് മത്സരങ്ങളെ പോലെ തന്നെ. മറ്റേ സ്ക്വിഡ് ഗെയിമിലെ എന്തോ ഒരു മറ്റേ പാവം ഉണ്ടല്ലോ, ബൊമ്മ. രാക്ഷസി ബൊമ്മ, അതിനെ വരയ്ക്കണം. നോക്കടി പിങ്കി കുട്ടി, വാവയുടെ അമ്മ വന്നോ? വന്നു. ഇഷാന, നീ കളിക്കണ്ടോ? ഇല്ലടി ചേച്ചി, ഞാൻ വരുന്നില്ല. പാർക്കുട്ടി, വാടി കളിക്കാ. ഞാൻ വരുന്നില്ലടി. യാസ്ലി, നീയെങ്കിലും. പാർക്കുട്ടി, ഏതടി വാവാ? ഞങ്ങളുടെ ആന്റിയുടെ വെച്ച. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹായ്. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റേ സബ്സ്ക്രൈബ് എങ്കിലും ആക്കണ്ടേ? പിന്നെ ലൈക്ക് ചെയ്തെങ്കിൽ ഷെയർ ചെയ്തെങ്കിൽ ഷെയർ, കമന്റ് എല്ലാം ചെയ്തോളൂ. കമന്റും ചെയ്യണേ. ഹായ് അദ്മിക, ഹായ് ശിവാനിയ, ഹായ് സഞ്ജന, ഹായ് യാശ്ലി. ഇവരൊക്കെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് ഡെയിലി കമന്റ് ഒക്കെ ഇടുന്നവരാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി കമന്റ് ഇട്ടാൽ നിങ്ങളുടെ പേരും ഇതുപോലെ വരും.